അപ്പൊ ഇന്ന് നടന്ന ആദ്യത്തെ മത്സരത്തിൽ സ്പേഴ്സിനെ ന്യൂകാസിൽ 4-0 തോൽപ്പിച്ചത്. ഇപ്പൊ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ 3-0 തോൽക്കുന്നു, 4-0 തോൽക്കുന്നു. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പരാജയങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോർമൗത്തിനെതിരെ 2-2 സമനില വഴങ്ങി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. വെൽക്കം ടു മലു ഫുട്ബോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോർമൗത്ത് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? ബോർമൗത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത്. അവരുടെ ഫോർവേഡ് ആയിട്ടുള്ള സൊളാങ്കിക്കൊക്കെ ഉന്നമുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 ഗോളൊക്കെ ഫസ്റ്റ് ഹാഫ് തന്നെ സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20ഓളം ഓപ്പർച്യൂണിറ്റീസ്, 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. ശരിക്കും പറഞ്ഞാൽ ബോർമൗത്ത് ആണ് വളരെ അഗ്രസീവ് ആയിട്ടാണ് കളിച്ചത്. യുണൈറ്റഡിന്റെ മറ്റൊരു മോശം പെർഫോമൻസ് നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഇപ്പൊ ഓരോ മാച്ച് കഴിയുന്തോറും പെർഫോമൻസിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിസ് പാസുകൾ ഉണ്ടായിരുന്നു. കൗണ്ടർ പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ ബോൾ മിസ്സാവുന്നു. ഡിഫൻസിലാണെങ്കിൽ യാതൊരു കോർഡിനേഷൻ ഇല്ലാതെ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ബോർമൗത്തിന്റെ പ്ലേയേഴ്സിന് കയറി വരാനും ഷോട്ട് എടുക്കാനും. സെറ്റ് പീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ട്രാക്കിംഗ് ബാക്കോ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാനൊന്നും ആരും ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒനാന ഒരു മിഡ്ഫീൽഡിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ലോങ് ബോൾ ഇടുന്നത്. ഇവിടെ ഗർണാച്ചോ ഒരു ഹെവി ടച്ച് എടുക്കുന്നു, ബോൾ മിഡ്ഫീൽഡ് വെച്ച് മിസ്സായി. വളരെ കൃത്യമായിട്ട് ആ ബോള് സൊളാങ്കിയുടെ കാലിലേക്കാണ് വന്നത്. പുള്ളി കമ്പാലെ ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്ലാനറ്റിലേക്ക് അയച്ചുകൊണ്ട് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോയി ഓപ്പൺ ബോക്സിലെ ചാൻസ് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ബോർമൗത്ത് 1-0 ലീഡിലേക്ക് വരികയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ മിക്കി വാൻഡമൻ ഇതുപോലുള്ള 2 മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ മിസ്റ്റേക്ക് ആണ് കമ്പാലയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. പുള്ളി ഓഫ് ബാലൻസ് ആയിട്ട് താഴെ വീഴുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി. എന്നാൽ ബ്രൂണോ ഫെർണാണ്ടസിന് ബോക്സിൽ വെച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. പുള്ളി കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-1 ലീഡിലേക്ക് യുണൈറ്റഡിനെ കൊണ്ടുവന്നു. അധികം വൈകാതെ ബോർമൗത്ത് കളിയിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ക്ലൈവേർട്ടിന്റെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി, അതിന്റെ ഫിനിഷിങ്ങും കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റും വന്നതോടെ ഒനാനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2-1 ലീഡിലേക്ക് ഫസ്റ്റ് ഹാഫിൽ ബോർമൗത്ത് എത്തുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ടത് ഒനാനയുടെ ഒരു 3-4 സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സ്കോർ ലൈൻ ഒരു 6 ഗോളുകളോ 7 ഗോളുകളോ ഒക്കെ ഈസി ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സൊളാങ്കി 1-2 ഷോട്ടുകൾ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ട് ക്ലൈവേർട്ടിന് മറ്റൊരു ചാൻസ് ഉണ്ടായിരുന്നു. 1-2 ഹെഡേഴ്സ് ബാറിൽ തട്ടി പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ബോർമൗത്ത് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പെനാൽറ്റി ചാൻസ് കിട്ടി. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബോർമൗത്തിന്റെ പ്ലേയേഴ്സിൽ തട്ടി ഡിഫ്ലക്ട് ആയ ഒരു പന്ത് മറ്റൊരു പ്ലെയറിന്റെ കയ്യിൽ തട്ടുന്നു. അങ്ങനെ ഓൺഫീൽഡ് റഫറി പെനാൽറ്റി അനുവദിക്കുകയും ചെയ്തു. ബ്രൂണോ കൃത്യമായിട്ട് ഇത് ബോക്സിലേക്ക് എത്തിച്ചു. 2-2 സ്കോറിലേക്ക് വരികയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് വളരെയധികം മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സ് ഒക്കെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല മൊമെന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ബോർമൗത്തിന്റെ പ്ലേയേഴ്സ് ഒക്കെ ഈസി ആയിട്ട് ട്രാൻസിഷനിലൂടെ വന്ന് കൗണ്ടർ അറ്റാക്കിലേക്ക് പോകുന്നു. ഇപ്പോൾ 1-2 പാസ് ഒക്കെ എടുത്ത് ബോക്സിലേക്ക് വരുമ്പോൾ പല പ്ലേയേഴ്സും ഇൻട്രസ്റ്റ് ഇല്ലാതെ നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1-2 സെറ്റ് പീസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പ്ലേയേഴ്സ് ഒക്കെ ബോൾ വാച്ച് ചെയ്യാണ്. അതിൽ മഗ്വയർ ഉണ്ട്, കമ്പാലെ ഉണ്ട്, കസമീറോ ഉണ്ട്. ഇവരാരും റിയാക്ട് ചെയ്യുന്നില്ല. ഒരു 30 സെക്കൻഡ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഓപ്പൺ പോസ്റ്റിലേക്ക് ഹെഡറും മറ്റ് ചാൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ 2-2 സ്കോറുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇഞ്ചുറി ടൈമിൽ വെച്ചിട്ട് ബോർമൗത്തിന്റെ ഒരു പ്ലെയറെ കമ്പാല വീണ്ടും ഫൗൾ ചെയ്യുന്നു. മെയ്സൺ മൗണ്ടും ആ ഒരു ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ആ ഒരു ടച്ച് ബോക്സിന് പുറത്തു വെച്ച് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതൊരു ഫ്രീ കിക്കിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ 2-2 സമനിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോപ്പ് 4 കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇപ്പോ സ്പേഴ്സ് ഇന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ആസ്റ്റൺ വില്ലക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ന്യൂകാസിൽ ഇന്നത്തെ ജയത്തോടെ യുണൈറ്റഡിനെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും യൂറോപ്പ് ലീഗ് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.